അങ്ങനെ മൊത്തം ഇത് പ്ലെയിൻ ഷീറ്റ് ഇട്ടിരുന്ന് ഇവിടെ ഭയങ്കര വെയിലുമായിരുന്നല്ലോ. നമുക്ക് ഈ ഏവിയർ സെറ്റപ്പ് കംപ്ലീറ്റ് നടക്കില്ലായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ആ മുകളിൽ നെറ്റ് അടിക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ ഷീറ്റ് ഇടാം. പക്ഷെ ഭയങ്കര വെയിലായിരിക്കുമല്ലോ. പക്ഷേ ഇത് തന്നെ നല്ല ചൂടെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പം കിടക്കുന്ന ബേഡ്സിനൊന്നും കുഴപ്പമില്ല. ഇതുവരെ അവർ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. അവരെല്ലാം മറ്റേ ആ ഷീറ്റിൻ്റെ അടിയിൽ തന്നെ അവർ ഹാപ്പി ആയിട്ട് ഈ വലിയ കൂടി കിട്ടിയപ്പോൾ പിന്നെ ജാവകൾ പറയണ്ട, ഭയങ്കര സന്തോഷമാണ്. രാവിലെയും വൈകിട്ടൊക്കെ വന്ന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മുടെ ഫിഞ്ചസും അങ്ങനെ ഉണ്ടാവും. നല്ല പോലെ അപ്പുറം ഇപ്പുറം കൂടല്ലേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയും പോലെ പറന്ന് അവിടെ വരും, തിരിച്ചു പോവും. അവർ ആക്ച്വലി നല്ല ഫ്രീ ആയിട്ട് ചെറിയ കൂട്ടിൽ കിടന്ന് വളർന്നിട്ട് കുറച്ചെങ്കിലും വലിയ കൂട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്രീഡം അവർ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മൾ വിചാരിക്കും തുറന്ന് വിട്ടാൽ കുറേ ഫ്രീഡം കിട്ടുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവരൊന്നും ഒരിക്കലും ഇവിടെ സർവൈവ് ചെയ്യില്ല. തുറന്നു വിട്ട് ഉറപ്പായിട്ട് കാക്കകൾ അപ്പം അടിച്ചുകൊണ്ട്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ പഴയ കൂട്ടിലായിരുന്ന സമയത്ത് ഫുഡ് എടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പറക്കൂല. അപ്പോൾ ഒരുത്തനൊക്കെ രക്ഷപ്പെട്ടു പോയാൽ നമ്മുടെ പറന്ന് എൻ്റെ കൺമുന്നിൽ നിന്ന് അത് മിസ്സാവും മുമ്പേ കാക്ക അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് എൻ്റെ മുമ്പ് ഇത് വെച്ച് തന്നെ ഒരു മരത്തിൻ്റെ മണ്ടയിൽ വെച്ച് അതിനെ പിച്ചി ചീന്തി കളഞ്ഞു. ഞാൻ അന്നേ വിചാരിച്ചതാണ് ഇനി ഒരു വലിയ കേജ് സേഫായിട്ടുള്ളിടത്ത് ഇതിനെ വളർത്താവുള്ളൂ. അതുകൊണ്ടാണ് പുതിയ ബേഡ്സിനെ ഒന്നും ഞാൻ വാങ്ങിക്കാത്തത്. ഇനി എനിക്ക് കുഴപ്പമില്ല, ഇതിൻ്റെ അകത്ത് കുഴപ്പമില്ല. അവർ സേഫായിരിക്കും, അവർ ഹാപ്പി ആയിരിക്കും. വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടേ എന്തായാലും ഇനി വാങ്ങിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. ബഡ്ജറ്റ് ശരിയാവട്ടെ. പിന്നെ ഇന്ന് ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ഏകദേശം കുറച്ച് ഉണങ്ങി കിടക്കുന്ന ഈ കോക്കോപീറ്റ് ആ ചാക്കിൻ്റെ അകത്താക്കണം. അടുത്ത ബ്ലോക്ക് 2 പാത്രത്തിലായിട്ട് ഇട്ട് നല്ലപോലെ കുതിർത്ത് വെക്കണം. ഒരു 2-3 ദിവസം, ചിലരാഴ്ചകൾ കണക്കും മാസങ്ങൾ കണക്കൊക്കെ മുക്കി വയ്ക്കും. എനിക്കത് മെനക്കേടായതുകൊണ്ട് ഞാനൊരു കൂടി പോയി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നല്ല വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അത് പിഴിഞ്ഞ് ഇതേപോലെ വെയിലത്തിട്ട് 2-3 ദിവസം ചെറിയ വെയിൽ കൊള്ളിച്ച് ചാക്കിലാക്കി വെക്കും. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ പരിപാടികൾ ചെയ്യണം. പിന്നെ ഒരു സംഭവമുണ്ട്. ഞാൻ കുറച്ച് വിത്തുകൾ നട്ടു. വിത്തുകൾ നട്ടെന്ന് വെച്ചാൽ ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം അത് ഇപ്പം വാങ്ങിച്ച വിത്തുകളൊന്നുമല്ല, പണ്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അത് കിളിക്കോ ഇല്ലയോ ഒന്നും അറിയില്ല. പിന്നെ അങ്ങനെ ഞാൻ കോക്കോപീറ്റും കുറച്ച് മണ്ണും മിക്സ് ചെയ്ത് ഇതേപോലെ ഗ്ലാസ്സുകളിലാക്കിയിട്ട് നെയ്ക്കാണ വിത്തുകളാണ് ഞാൻ നട്ടത്. ഏകദേശം ഒരു 10, 50, 60, 70 നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ മറ്റേ സെറ്റായിട്ട് വാങ്ങിക്കുമെങ്കിൽ 40 വെറൈറ്റി ഫ്ലവർ പ്ലാന്റൊക്കെ. എനിക്കൊരു 5-6 ഒരു 7-8 വെറൈറ്റി ഇഷ്ടപ്പെട്ടത് കാണുമായിരിക്കും. എന്തായാലും ചെറിയ പ്രൈസല്ലേ വാങ്ങിച്ചു. ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്, നട്ടിട്ടുണ്ട്. ആ പ്ലാന്റുകൾ പലതും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അന്ന് പക്ഷേ അതിൻ്റെ ബാക്കി സീഡും ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ വാങ്ങിച്ചതും ഉണ്ടായിരുന്നു. ഒത്തിരി വിത്തുകളിരുന്നു. അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട. ചിലതൊക്കെ പൂപ്പലടിച്ച പോലെ തോന്നിയതൊന്നും ഞാൻ നട്ടില്ല. ബാക്കി എല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ നട്ടില്ല. മിസ്സായി പോയതായിരിക്കും കേട്ടോ, നിങ്ങളറിയപ്പോൾ ഏതെങ്കിലും ഇട്ട് വയ്ക്കാം. പൊടിക്കണമെങ്കിൽ പൊടിക്കട്ടെ. ഇതെല്ലാം കൂടെ കിളിച്ച് കഴിഞ്ഞാലും പണിയാണ് ആക്ച്വലി. ഇതൊക്കെ എവിടെ കൊണ്ട് ഞാൻ നടും? എന്തായാലും നമുക്ക് നട്ട് നോക്കാം. പിന്നെ എനിക്കൊരു ഗ്രോ ബാഗ് വാങ്ങിച്ചപ്പം ഓർഗാനിക് ബസാറിൻ്റെ ഒരു സീഡ് കിട്ടിയായിരുന്നു, ഒരു കുഞ്ഞ് സീഡ് പാക്കറ്റ്. വിത്ത് കണ്ടിട്ട് എനിക്ക് മുളവാണെന്നാണ് തോന്നിയത്. ഞാൻ അതും ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട്. മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവനെ കൂടി എന്തായാലും ഇടാം. ഇതിൽ പല പ്ലാന്റുകൾ എന്താണ് ഏതെന്ന് പോലും എനിക്കറിയില്ല. ചിലതൊക്കെ ഒരു സീസൺ വരെ നിൽക്കും, അത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പട്ടുപോകും. കൂട് ക്ലീൻ ചെയ്യാറായി. ഇവർ കറക്റ്റ് ആ കൊമ്പിലാണ് എപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ താഴെ അടിപൊളി ഫുഡ് അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഒരുത്തൻ വന്ന് കഴിക്കുന്നു, അടുത്തവനും വന്നിട്ടുണ്ട്. അവിടെ ഈ രാവിലെ ഈ സമയത്തെ അവിടെ ആ ഭാഗത്ത് വെയിൽ കാണുള്ളൂ. ഒരു അരമണിക്കൂറും കഴിയുമ്പോൾ പിന്നെ അവിടെ വെയിൽ കാണത്തില്ല. വെള്ളവും കുഴപ്പമില്ല. ഇവിടെയും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി വിത്ത് ഇട്ടത് ഇതിൻ്റെ അടിയിലും വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും വിത്തുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പൊടിക്കുറവൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. നമ്മുടെ പെറ്റൂണിയൊക്കെ ഏകദേശം കുഴപ്പമില്ലാതെ വരുന്ന ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചട്ടികളിലൊക്കെ ഹാങ്ങിങ് ബോട്ടിലോട്ടൊക്കെ മാറ്റാം. ഇതിനകത്ത് നിറയെ കിളിച്ചതാണ്, കംപ്ലീറ്റ് എലി തിന്നുകൊണ്ട് പോയതാണ്. പക്ഷെ എന്നാൽ ഇപ്പം എലി കയറുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മൾ അടുക്ക് ശംഖുപുഷ്പത്തിൻ്റെ 2 വിത്താണ്.
അത് കുറച്ചും കൂടെ വലുതായിട്ട് എനിക്കിതേപോലെ വലിയ ഗ്രോ ബാഗിൽ നടണമെന്നുണ്ട്. ഇനി വലിയ ഗ്രോ ബാഗ് തപ്പിയെടുക്കണം. ഇതാ ഇതിലും ഒരെണ്ണം കിളിച്ചിട്ടുണ്ട്. 3 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ എന്തൊക്കെ വിത്താണ് ഇത്. മുളകും മല്ലിയൊക്കെ ഞാൻ ഇവിടെ ഉണക്കായിട്ട് എൻ്റെ വിത്ത് ബാക്കി ഇവിടെ കിടന്ന് തൂത്തുവാരി ഇട്ടതാണ്. അതും കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ 2 വിങ്കയും കൂടെ നട്ടിട്ടുണ്ട്. വിങ്ക ഞാൻ നട്ടതെന്ന് വെച്ചാൽ ആ തറയിൽ കിടന്ന് ചവിട്ടുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് അപ്പോൾ അതിനെ പിഴുതെടുത്ത് അപ്പം നടാൻ സ്ഥലമില്ലാത്തതിന് ഇതിൻ്റെ അകത്തുകൊണ്ട് വെച്ചതേ ഉള്ളൂ. എനിക്കാണെങ്കിൽ വിങ്ക എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ഒരുപാട് കളർ, ഒരു 5 6 കളർ മാത്രം. അതാണെങ്കിൽ ഇവിടെ മൊത്തം ഉണ്ട്. എവിടെ വിത്ത് വീഴും അവിടെ എല്ലാം കിളിച്ചിരിക്കും. ഇതിനകത്ത് 2 ജമന്തി കൂടെ ഞാൻ നട്ടു. അതും ഇതേപോലെ വഴിയിൽ, അത് പക്ഷേ വലുതാവുന്നതല്ല, കുഞ്ഞു പൂക്കൾ ഉള്ളതാണ്. അതും നട്ടിട്ടുണ്ട്. ചെടികളും കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഞാൻ മണ്ട നുള്ളി കളഞ്ഞ് അതിന് കുറച്ചും കൂടെ ബ്രാഞ്ചസ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നുള്ളി കളഞ്ഞത്. അപ്പം ഇനി എന്താ, ഇത് നമ്മുടെ സൂഡോമോൺസ് കുറച്ചിട്ട വെള്ളമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വിത്ത് നട്ടിട്ട് ഞാൻ വെള്ളം നനച്ചില്ല ആക്ച്വലി, കാരണം അതിന് തന്നെ ഒരു ഈർപ്പുള്ളതുകൊണ്ട് നനച്ചില്ല. പിന്നെ ഈ കപ്പിലൊന്നും ആക്ച്വലി ഞാൻ ഹോൾ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഞാൻ ഒഴിക്കില്ല. ഇതേപോലെ ഒരു കുപ്പിക്കകത്ത് 5-6 കുറച്ച് ചെറിയ കൂട്ടുകളിട്ടിട്ട് അതിലും നനയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കാൻ പറ്റും. ഇത്രയും മതി. ഇതാണ് എൻ്റെ കണക്ക്. നിറച്ച് വെള്ളം വീഴത്തുമില്ല, നമ്മുടെ ആവശ്യത്തിന് വീഴാൻ മതി. ഇതാ സൂഡോമോണസ് കിടക്കണോണ്ടായിരിക്കും കുറച്ച് വരാൻ പാട്. ഇത് കണ്ടോ, ഞാൻ നട്ടത് തന്നെ. ഇതാരോ തോണ്ടിയെടുത്ത പോലെ ഉണ്ടല്ലോ. തോണ്ടിയെടുത്ത് തിന്നാടേ. ഓടി അപ്പം എലി വരുന്നുണ്ട്. സൺഫ്ലവർ സീഡ് നട്ടതാണ്. കറക്റ്റ് അതെല്ലാം തിന്ന് നിർത്തിയിട്ട് പോയിരിക്കണേ. ഞാൻ എലി വരുന്നില്ല എന്ന് സമാധാനിച്ചിരുന്നതാ, തീർന്നു. കറക്റ്റ് അത് മാത്രം നോക്കിയെടുത്ത് തിന്നിരിക്കുന്നു. കൊള്ളാം. എന്ത് ഈ എലി ഏത് വഴിയാണ് വരണതെന്ന് ഒരു ഐഡിയയും ഇല്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. ഞാൻ വിചാരിച്ച ആ പപ്പായ ട്രീ കട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എലി കയറത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവന്മാരിതിൽ ഇറങ്ങുന്നുണ്ട്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അങ്ങനെ എല്ലാ ചട്ടികളിലല്ല എല്ലാ ഗ്ലാസ്സുകളിലും വെള്ളം അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ സൂഡോമോണസ് വെള്ളം. ബാക്കി ഇനി കിളിച്ച് വരുന്നത് നമുക്ക് നോക്കാം. ആരെങ്കിലും ഒരുത്തരെങ്കിലും കിളിച്ച് വരുമോ? ഇത്രയും കഷ്ടപ്പെട്ട് നട്ടിട്ട് ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിലും പേര് എഴുതി വെച്ചിട്ടില്ല, ഇന്ന ഫ്ലവർ ആണെന്നോ ഇന്ന പ്ലാന്റ് ആണെന്നോ. സസ്പെൻസ് പോലെ പോട്ടെ, നമുക്ക് വളർത്താം, മാക്സിമം വളർത്താം. എപ്പോഴെങ്കിലും അത് പൂ തരുമ്പോൾ ഇന്ന ഫ്ലവർ ആണെന്ന് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.